ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ രാജ്യം മുൻപ് പുറത്തിറക്കിയിരുന്ന വളരെ പ്രത്യേകതകളുള്ള ചില അലുമിനിയം നാണയങ്ങളെയാണ്. ഏകദേശം 30 മുതൽ 55 വർഷം വരെ പഴക്കമുള്ള നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായ നാണയങ്ങളാണ് ഇവ. പുതുതലമുറയിലെ നാണയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ആകൃതികളും വളരെ കുറഞ്ഞ ഭാരവുമാണ് ഇവയെ വേറിട്ടു നിർത്തുന്നത്. 10ഉം 20ഉം പൈസയ്ക്ക് വലിയ മൂല്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ സാമ്പത്തിക ചരിത്രമാണ് ഈ ഓരോ നാണയങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് വിനിമയത്തിലില്ലാത്ത ഈ അപൂർവ നാണയങ്ങളുടെ പ്രത്യേകതകളും അവയുടെ വിപണി മൂല്യവും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. അലുമിനിയം 20 പൈസ നാണയം. ഭാരതത്തിലെ സാധാരണക്കാരുടെ നിത്യജീവിതത്തിലെ ചെറിയ ഇടപാടുകൾക്കായി 1982 മുതൽ 1997 വരെ പുറത്തിറക്കിയ 6 വശങ്ങളുള്ള ഹെക്സാഗണൽ ആകൃതിയിലുള്ള പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 20 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം ഇരുവശങ്ങളിലും മനോഹരമായ അലങ്കാരപ്പണികളും കാണാം. അലുമിനിയം, മഗ്നീഷ്യം, ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 2.2 ഗ്രാം മാത്രമാണ് ഭാരം. വളരെ ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഈ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിനെത്തിയത്. ഇതിൽ 1988 പുറത്തിറങ്ങിയ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 38 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 25 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. പഴയ തലമുറയുടെ സാമ്പത്തിക ഇടപാടുകളെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 10 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1971 മുതൽ 1982 വരെ പുറത്തിറക്കിയ 12 ഇതളുകളുള്ള പൂവിന്റെ ആകൃതിയിലുള്ള സ്കാലോപ്ഡ് എഡ്ജ് മനോഹരമായ നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 10 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനു താഴെയായി വർഷവും കാണാം. അലുമിനിയം, മഗ്നീഷ്യം, ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 2.3 ഗ്രാമാണ് ഭാരം. വശങ്ങളിലെ പ്രത്യേക ആകൃതി കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിനെത്തിയത്. ഇതിൽ 1971 പുറത്തിറങ്ങിയ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 55 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 30 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. ഭാരതത്തിന്റെ നാണയ ചരിത്രത്തിൽ ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 10 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1983 മുതൽ 1993 വരെ പുറത്തിറക്കിയ 8 ഇതളുകളുള്ള പൂവിന്റെ ആകൃതിയിലുള്ള മനോഹരമായ നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 10 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം പൈസ് എന്നും വർഷവും കാണാം. അലുമിനിയം, മഗ്നീഷ്യം, ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 1.75 ഗ്രാം മാത്രമാണ് ഭാരം. മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളെക്കാൾ ഭാരവും വലുപ്പവും കുറഞ്ഞ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഇത് ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിന് എത്തിയത്. ചിത്രത്തിലുള്ള 1986 നാണയത്തിന് ഇപ്പോൾ ഏകദേശം 40 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 20 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. 80കളിലും 90കളിലും ജനിച്ചവർക്ക് ഏറെ സുപരിചിതമായ ഈ നാണയം ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 5 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1967 മുതൽ 1994 വരെ പുറത്തിറക്കിയ 4 വശങ്ങളുള്ള പ്രത്യേക ആകൃതിയിലുള്ള നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 5 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം പൈസ് എന്നും വർഷവും കാണാം. അലുമിനിയം, മഗ്നീഷ്യം, ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 1.5 ഗ്രാം മാത്രമാണ് ഭാരം. ഭാരതത്തിൽ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളിൽ ഏറ്റവും ഭാരം കുറഞ്ഞവയിൽ ഒന്നായിരുന്നു ഇത്. ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് ഇവ വിനിമയത്തിനെത്തിയത്. ചിത്രത്തിലുള്ള 1994 നാണയത്തിനിപ്പോൾ ഏകദേശം 32 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 15 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഭാരതത്തിന്റെ ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അപ്പോൾ ഭാരതത്തിന്റെ നാണയ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഈ അലുമിനിയം നാണയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഓരോ ചെറിയ നാണയത്തിന് പിന്നിലും നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക ചരിത്രമുണ്ട്. നിങ്ങളുടെ പക്കലും ഇത്തരത്തിലുള്ള പഴയ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ വർഷവും അവ നിർമ്മിച്ച ടങ്കശാലയുടെ അടയാളങ്ങളും ഒന്ന് പരിശോധിച്ചു നോക്കൂ. ചിലപ്പോൾ അവയ്ക്കും നല്ല മൂല്യമുണ്ടാകാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.